സമാനതകളില്ലാത്ത സ്വർണ്ണവേട്ടയ്ക്കാണ് 2023 കരിപ്പൂർ സാക്ഷിയായത്. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 145 കോടി രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസും പോലീസും ചേർന്ന് പിടികൂടിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ് സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. ശരീരത്തിൽ ഒളിപ്പിച്ചും യന്ത്ര ഉപകരണങ്ങൾക്കകത്തും സ്വർണം മിശ്രിത രൂപത്തിലാക്കിയും പല വിധത്തിലാണ് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. കസ്റ്റംസിന്റെ കണക്കുകൾ പ്രകാരം കരിപ്പൂർ വിമാനത്താവളം വഴി അനധികൃതമായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 198 കിലോഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ സ്വർണത്തിന് ആഭ്യന്തര വിപണിയിൽ 128 കോടി രൂപയിലധികം വില മതിക്കും. അവസാന കണക്കുകൾ പ്രകാരം 262 കേസുകൾ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തു. വിമാനത്താവളത്തിലെ എക്സ്റേ പരിശോധനകളെയും കസ്റ്റംസിനെയും വെട്ടിച്ചു കടത്തിയ സ്വർണമാണ് പോലീസ് പിടികൂടുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തിയ 30 കിലോ സ്വർണമാണ് കരിപ്പൂർ പോലീസ് പിടികൂടിയത്. വിപണിയിൽ ഇതിന് മാത്രം 17 കോടി രൂപ വില മതിക്കും. മൊത്തം ഞങ്ങൾക്ക് 40 തവണയാണ് ഞങ്ങൾ 2023 ഇതുവരെയായിട്ട് പിടിച്ചിട്ടുള്ളത്. അല്ലെ 4 തവണ പിടിച്ചതിൽ ഒരു 29.8 കിലോഗ്രാം സ്വർണം. വില പറയുകയാണെങ്കിൽ ഒരു 17 കോടി 37 ലക്ഷത്തിൽ പരം രൂപയുടെ സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും പരിശോധന കഴിഞ്ഞ് പുറത്തു വരുന്നവരെ നിരീക്ഷിച്ച് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും പിടിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിലെ ഉദ്യോഗസ്ഥരുടെ പങ്കിനും ഈ വർഷം കരിപ്പൂർ സാക്ഷിയായി. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന CISF കമാൻഡന്റാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഈ കേസിൽ ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുകയാണ്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുകയാണ്. പിടികൂടിയത് 145 കോടി രൂപയുടെ സ്വർണമെങ്കിൽ അനധികൃതമായി കടത്തിയത് എത്ര കോടി രൂപയുടെ സ്വർണമെന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കി. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.